കാൻ ഫിലിം ഫെസ്റ്റിവൽ അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്. ഈ മാസം 12-ാം തീയതി തുടങ്ങിയത് 23-ാം തീയതി സമാപിക്കും. അവിടെ ആരൊക്കെ നല്ല സംവിധായകരും നടന്മാരും നടികളാകും എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടും. പക്ഷേ ഈ കാൻ ഫിലിം ഫെസ്റ്റിവലും അതേപോലെ തന്നെ നമ്മളറിയുന്ന ഓസ്കാർ അവാർഡൊക്കെ കൊടുക്കുന്ന അക്കാഡമി അവാർഡ്സ് എന്ന് പറയുന്ന തീരുമാനങ്ങളെടുക്കുന്ന ആ വേദിയും അത് ഹോളിവുഡിലാണ്. അത് തമ്മിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. കാൻ ഫിലിം ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു ഔന്നത്യം എന്ന് പറയുന്നത് അതിൻ്റെ കലാമൂല്യമാണ്. കലാമൂല്യമുള്ള സൃഷ്ടികൾ അത് തിയേറ്ററിൽ വന്നതാണെങ്കിലും അല്ലെങ്കിലും കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വരാം. അവിടെ അവാർഡ് തീരുമാനിക്കുന്നത് ഒരു ജൂറിയാണ്. വളരെ നിഷ്പക്ഷമായി നിൽക്കുന്ന വിദഗ്ധരായ ഒരു ജൂറി. ഹോളിവുഡിൽ അങ്ങനെയല്ല. അക്കാഡമി അവാർഡ് എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വന്നിരിക്കുന്ന റിലീസ് ചെയ്യപ്പെട്ട സിനിമകൾ മാത്രമാണ്. അവിടെ അവാർഡ് തീരുമാനിക്കുന്നത് അക്കാഡമി അവാർഡിൽപ്പെട്ട അതിൻ്റെ 10,000 അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ കൊമേഴ്സ്യൽ സിനിമയുടെ കൂടുതൽ ആളുകൾ കാണുന്നതിൻ്റെ ആ ഒരു സാധ്യതകളുടെ സിനിമയ്ക്കാണ് അവിടെ അവാർഡ് വരുന്നത്. ഹോളിവുഡ് ഒരു സിനിമാ നിർമ്മാണ കേന്ദ്രമാണ്. നമുക്കറിയാം, അമേരിക്കയുടെ ലോസ് ആഞ്ചലസിൽ. കാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിനിമാ നിർമ്മാണ കേന്ദ്രമല്ല. കാൻ ഫ്രാൻസിലാണ്. അത് ഈ ഒരു കാൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു വർഷത്തിൽ നടക്കുന്ന 10-12 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് കാൻ സജീവമാവുന്നത്. ആ സമയത്ത് സജീവമാണ്. ഒരു ചെറിയ പട്ടണം, ഒരു 75,000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ പട്ടണം. പക്ഷേ ഫെസ്റ്റിവൽ നടക്കുന്ന കാലത്ത് അവിടെ 2.25 കോടി ജനങ്ങൾ വരും. ആ സമയത്ത് അവിടെ സിനിമയിലെ എല്ലാ കാര്യങ്ങളിലുമുള്ള കരാറുകളും വ്യാപാരങ്ങളും നടക്കും. അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ, അതിൻ്റെ ഉപകരണങ്ങളിൽ, അതിൻ്റെ ഫൈനാൻസിങ്ങിൽ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ചർച്ചകളൊക്കെ ആ സമയത്ത് നടക്കും. തീരുമാനങ്ങളുണ്ടാവും. ഒഴുകി വരുന്ന 2.25 കോടി ജനങ്ങളെ സ്വീകരിക്കാൻ അവിടെ 130 ഹോട്ടലുകളുണ്ട്. 7 സ്റ്റാർ തൊട്ട് 2 സ്റ്റാർ വരെയുള്ള 8,000 മുറികൾ അവിടെ ഉണ്ട്. അവിടെ വാടകയ്ക്ക് എന്തും കിട്ടും. ഹെലികോപ്റ്റർ പോലും ഓൺ റെൻ്റൽ അവിടെ കിട്ടും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹോളിവുഡ് സ്ഥിരമായൊരു വേദിയാണ്. കാൻ ഈ ഒരു 12 ദിവസക്കാലത്തേക്ക് മാത്രമുള്ള ഒരു താൽക്കാലിക വേദി. ഇതിനൊരു ചരിത്രമുണ്ട്. കാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് 1946-ലാണ്. 1936 വരെ വെനീസ് ഫിലിം ഫെസ്റ്റിവലായിരുന്നു യൂറോപ്പിലുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ലോകത്തെ ഫാസിസ്റ്റ് നേതാക്കൾ, പ്രത്യേകിച്ചും ഇറ്റലിയിലെ മുസോളിനിയും ജർമ്മനിയിലെ ഹിറ്റ്ലറും അടങ്ങുന്ന നേതൃത്വം രാഷ്ട്രീയമായ സ്വാധീനങ്ങൾക്ക് ഈ ഫെസ്റ്റിവലിനെ ഉപയോഗിക്കുകയും അവരുടെ ഫാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആ മേഖല ഉപയോഗിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് വെനീസ് ഫെസ്റ്റിവൽ അവസാനിച്ചത്. 1939-ൽ വീണ്ടും ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ സ്ഥലം മാറി, കാനിലേക്ക് മാറുന്നു. പക്ഷേ 2ാം ലോകമഹായുദ്ധം കാരണം 1946 വരെ കാത്തിരിക്കേണ്ടി വന്നു. 1946-ൽ ആദ്യത്തെ കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും നല്ല സിനിമ ഇന്ത്യൻ സിനിമയാണ്. അത് ചേതൻ ശർമ്മ സംവിധാനം ചെയ്ത നീച്ച നഗർ എന്നുള്ള സിനിമയായിരുന്നു. അതിനുശേഷം 2024-ൽ അനസൂയ സെൻഗുപ്തയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ്, ബംഗാളി നടിയാണ്, അവാർഡ് കിട്ടി. അങ്ങനെ നമ്മുടെ നേട്ടങ്ങൾ നിരവധിയാണ്. ഐശ്വര്യ റോയ് ക്യൂൻ ഓഫ് കാൻസ് എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിട്ടുണ്ട്. ഇത്തവണയും നിരവധിയായ ആളുകൾ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ പേരുള്ള ആളുകൾ. അതേപോലെ തന്നെ മലയാളത്തിൽ നിന്നും ഒരു സിനിമ അവിടെ ഇത്തവണ എത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നത് ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത 1986 റിലീസ് ചെയ്ത സിനിമയാണ് അമ്മ അറിയാൻ. ആ സിനിമയും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നൊരു വ്യത്യാസം, ഹോളിവുഡിൽ ഈ പറയുന്ന ഓസ്കാർ അവാർഡിന് കൊമേഴ്സ്യൽ സിനിമകളാകുമ്പോൾ ഇവിടെ അതിനേക്കാൾ കൂടി കലാമൂല്യമുള്ള സിനിമകൾക്കാണ് ഇവിടെ പ്രാധാന്യം കിട്ടുന്നത്. അതാണ് വ്യത്യാസം. ജൂറി അവാർഡ് തീരുമാനിക്കുമ്പോഴും അത്തരം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത് വേറൊരാൾ കല്യാണി പ്രിയദർശനാവും. കല്യാണി പ്രിയദർശൻ, ആലിയ ഭട്ട്, അങ്ങനെ നിരവധി ആളുകൾ അവിടെ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ കല്യാണി പ്രിയദർശൻ ആ ചുവപ്പ് പരവതാനിയിലൂടെ നടക്കും. ആ ചുവപ്പ് പരവതാനിക്കുമുണ്ട് പ്രത്യേകത. 60 മീറ്റർ നീളം, അത് കഴിഞ്ഞ് 24 അടി. ആ പരവതാനിയിലൂടെയാണ്
കലാകാരന്മാർ ഈ രംഗത്തേക്ക് വരുന്നത്. അത് ഫോർമൽ ഡ്രസ്സ് ധരിച്ച് വേണം. ഫോർമൽ ഡ്രസ്സിലല്ലാതെ കാഷ്വൽ ഡ്രസ്സിൽ അവിടെ വരാൻ കഴിയില്ല. അത് സ്ത്രീകളാകുമ്പോൾ അവർ ഈവനിങ് ഡ്രസ്സും ധരിച്ചിട്ടാണ്. ഏറ്റവും പ്രധാനമായി ഈ കാൻ ഫെസ്റ്റിവലിൻ്റെ കലാപരമായ മൂല്യവും അതിൻ്റെ സ്റ്റാൻഡേർഡും ഉയർന്നതാണ് എന്നുള്ളതൊരു പക്ഷത്ത് നിൽക്കെ തന്നെ ഈ കാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ആ പട്ടണം അത് ഒരു വലിയ കേന്ദ്രമായി വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ചെറിയ ഒരു തീരപ്രദേശം മത്സ്യബന്ധനം മാത്രം നടത്തിയിരുന്ന ആളുകൾ ആ പ്രദേശത്തിന് ലോകത്തിന് മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി അതിനുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കി അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു അത്ഭുതമാണ് നമ്മൾ കാനിൽ കാണുന്നത്. ഉറപ്പാണ് പ്രകൃതിയുടെ വലിയ അനുഗ്രഹമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചുവന്ന കുന്നുകൾ അല്ലെങ്കിൽ മൗണ്ടൻസ് എന്ന് പറയുന്നത് 250 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനത്തിൽ ഒഴുകി വന്ന ഘനീഭവിച്ചുണ്ടായ കുന്നുകളാണ്. അപ്പോൾ അതൊക്കെ ഈ ലോകത്തിൻ്റെ തന്നെ മുന്നിൽ അത്ഭുതങ്ങളായി നിൽക്കുന്നതാണ്. അതിനിടയിലാണ് മനുഷ്യൻ ഒരു അത്ഭുതം തീർത്തിരിക്കുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവൽ നടത്തി ആ ഒരു ചെറിയ പ്രദേശത്തിന് ഈ ലോകത്തിന് മുഴുവൻ ശ്രദ്ധ കൊണ്ടുവരികയും അതിനുള്ള മുഴുവൻ സംവിധാനങ്ങൾ വരികയും ആ കാലഘട്ടത്തിലെ വരുമാനം കൊണ്ട് ഒരു ജനത ജീവിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ കഥയാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിന്. കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കലാപരമായ മേന്മയും ഔന്നത്യവും അംഗീകരിക്കപ്പെടേണ്ടതാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിനോടൊപ്പം ആ ഫെസ്റ്റിവലുണ്ടായ ചരിത്രം നമുക്കൊരു ചൂണ്ടുപലകയാണ്. കാരണം കലാരംഗത്തേക്ക്, സാഹിത്യരംഗത്തേക്ക്, സാംസ്കാരിക രംഗത്തേക്ക് രാഷ്ട്രീയം കടന്നു വന്നാൽ, പ്രത്യേകിച്ചും ഫാസിസ്റ്റ് ചിന്തകൾ കടന്നു വന്നാൽ എന്തു സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ്. വെനീസ് ഫെസ്റ്റിവൽ മാറി വേറൊരു ഫെസ്റ്റിവൽ ഇവരുടെ നിയന്ത്രണങ്ങൾക്ക്, ഫാസിസ്റ്റ് നേതാക്കളുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവാത്തൊരു സ്ഥലത്ത്, സ്വാതന്ത്ര്യത്തിന് ഏറ്റവും വില കൊടുക്കുന്നൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ, കാൻ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്നു. ഇന്ത്യയിൽ ഇന്ന് അതിന് ചില സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ സാമൂഹിക രംഗത്ത്, നമ്മുടെ സാംസ്കാരിക രംഗത്ത്, നമ്മുടെ കലാരംഗത്ത് അവിടെയൊക്കെ ചില സ്വാധീനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സ്വാധീനങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. 2025 ദേശീയ സിനിമ അവാർഡുകൾ കേരള സ്റ്റോറി പോലെ കേരള ജനത പാടെ തള്ളിക്കളഞ്ഞ ഒരു സിനിമയാക്കി. അതിന് ബെസ്റ്റ് ഡയറക്ടർക്കും ബെസ്റ്റ് ഫോട്ടോഗ്രാഫർക്കും ഉള്ള അവാർഡ്, ദേശീയ അവാർഡ് കൊടുത്തു നമ്മൾ കണ്ടു. അപ്പോൾ വളരെ കൃത്യമാണ്. രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ അത് നടപ്പിലാക്കാൻ നമ്മുടെ സിനിമാ അവാർഡുകളെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നതിന് ഉള്ള അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുവെന്ന് ആളുകൾക്ക് സംശയമുണ്ടാകുന്ന രംഗമുണ്ടായിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒരു ഫെസ്റ്റിവൽ ഇല്ലാതാവുകയും അത്തരമല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന, സ്വതന്ത്രമായി കലയെ കലയായി കാണാൻ കഴിയുന്ന, സാഹിത്യത്തെ സാഹിത്യമായി കാണാൻ കഴിയുന്ന, സംസ്കാരത്തെ സംസ്കാരമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദിയിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നിലും ഇനി അങ്ങനെ വേണ്ടി വരുമോ? നമുക്കങ്ങനെ മാറിപ്പോവാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ രംഗത്തിൻ്റെ സ്വാതന്ത്ര്യവും ആ രംഗത്തിൻ്റെ തനത ആയിട്ടുള്ള അതിൻ്റെ വ്യക്തിത്വവും സിനിമയുടെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും നിഷ്പക്ഷതയും ജനാഭിമുഖ്യവും നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ജനങ്ങൾ ജാഗ്രതയോടെ കഴിയേണ്ടി വന്നേക്കാം എന്നും ഇവിടെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല.